ഫുഡ് ബ്ലോഗേഴ്സിനിടയിലെ ട്രെൻഡ് സെറ്ററാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. വ്യത്യസ്ത രീതിയിൽ ഫുഡ് ബ്ലോഗിങ്ങിലൂടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറിയ സുബിനോളജി എന്നറിയപ്പെടുന്ന സുബിൻ മഷ്ഹൂദ് നമ്മുടെ പ്രിയപ്പെട്ട തലശ്ശേരിയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. സ്വാഗതം. വെറുമൊരു ഫുഡ് ബ്ലോഗർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. TV അവതാരകനാണ്, പ്രസന്ററാണ്, ഇന്റർവ്യൂവറാണ്. ഇങ്ങനെ ഒരുപിടി യോഗ്യതകളുള്ള ഒരുപിടി പേരുകൾക്ക് അർഹനായ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. സുബിൻ ആക്ച്വലി തലശ്ശേരിയിൽ നിന്നാണല്ലേ? അതെ, തലശ്ശേരി ഒരു രുചിയുടെ കോട്ടയാണ്. അതുകൊണ്ടാണോ ഒരു ഫുഡ് ബ്ലോഗറായി മാറിയത്? 100% പ്രോപ്പർ തലശ്ശേരി ടൗണിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് നമുക്കുള്ള എല്ലാ വ്യത്യസ്ത മലബാർ റീജിയനിൽ ഒരു തലസ്ഥാനം തന്നെ പറയാം. എന്നാൽ ഭക്ഷണ രുചികളിൽ അതിന്റെ അഹങ്കാരം കുറച്ചുണ്ട്. ഉമ്മയുടെ രുചിയിൽ നിന്നായിരിക്കും. അതെ, എന്റെ ഉമ്മ, വല്യമ്മ. എന്റെ വല്യമ്മ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മറിയുമ്മ എന്നറിയപ്പെടുന്ന അദ്ദേഹം തന്നെ പാചകത്തിൽ ഭയങ്കര പ്രശസ്തി നേടിയ ഒരു വ്യക്തി തന്നെയാണ്. എന്നുവെച്ചാൽ ബിരിയാണിയും പല പല അങ്ങനത്തുള്ള പണ്ടത്തെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നില്ല, ട്രഡീഷണൽ കുക്കിംഗ് മെത്തേഡ്സിൽ വിറകിലും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല മീൻകറിയാ, നല്ല അടിപൊളി ചെമ്മീനിട്ട് മീൻകറിയൊക്കെ നന്നായിട്ടുണ്ടാകും മൂപ്പർ. നല്ല നല്ല സ്വാദുള്ള ബിരിയാണിയാണ്, റോസ് വാട്ടറിൽ ഒഴിച്ചിട്ട് പണ്ടത്തെ സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാനും മൂപ്പരുടെ ഞാൻ ബിരിയാണിയിൽ ആക്കാൻ പഠിച്ചത്. അപ്പോൾ പാരമ്പര്യമായിട്ട് തന്നെ ഈ ഒരു കല പിന്തുടർന്നു പോരുന്നത് കൊണ്ടാണ് ഫുഡ് ബ്ലോഗിങ്ങിലേക്ക് തിരിഞ്ഞത്. പാരമ്പര്യമായിട്ട് നന്നായിട്ട് കഴിക്കും, ഭക്ഷണം കഴിക്കും, അതുണ്ട്. ഓക്കെ, പക്ഷെ അതൊന്നും തടിയിൽ കാണുന്നില്ല. ഇല്ല, നമ്മള് ആവശ്യത്തിന് കഴിച്ചാൽ മതിയല്ലോ, അനാവശ്യമായിട്ട് കഴിക്കാതിരുന്നാൽ മതി എല്ലാവരും. അതെ അതെ, ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ട് വെറുതെ അങ്ങ് കഴിക്കാറില്ല. കറക്റ്റ് ഒരു പോർഷനായിട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അതാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യം. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫുഡ് ബ്ലോഗിങ്ങിൽ ഒരു വെറൈറ്റി പരീക്ഷണം, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത്. ഇപ്പോൾ നോമ്പ് കാലമായതോടെ UAE പ്രത്യേകിച്ച് ദുബൈ, കരാമ ഏരിയയിലൊക്കെ ഫുഡ് എന്നുള്ളത് ആഘോഷമായി മാറിയിരിക്കുകയാണ്. മലയാളികൾക്കിടയിൽ പൊതുവെ അത്താഴം എന്നാണ് പറഞ്ഞിരുന്നത്. അത് സുഹൂർ എന്ന ഒരു ട്രെൻഡിലേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, ട്രെൻഡ് സെറ്ററാണ്. ആ ഒരു ട്രെൻഡിലേക്ക് കൊണ്ടുവന്നത് സുബിനാണ്. 3 വർഷം അല്ലെ? അതെ, ഇത് 3ാമത്തെ വർഷമാണ്. 3 വർഷമായിട്ട് സുബിൻ സുഹൂർ സീരീസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര രസം. എനിക്ക് അത്താഴത്തിന് വെച്ചാൽ ഉമ്മ എന്നെ പടക്കാക്കിയതാണ്. അത്യം ഉമ്മ നല്ല മീൻ പൊരിച്ചതും ചോറും മോര് കാച്ചിയതും എല്ലാം ഇങ്ങനെ. അത്താഴത്തിന് മീൻ പൊരിച്ചതും നിർബന്ധം. അത് ഒരു രസമല്ല, പ്രോട്ടീൻ, വൈറ്റമിൻ, ന്യൂട്രിയൻസ് എല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ഇവിടെ പല വ്യത്യസ്ത ഫിഷ് സ്പെഷ്യൽസ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങൾ തപ്പി ഞാൻ ഇറങ്ങിയത്. അന്ന് ഈ റോമിംഗ് ബ്ലോഗർ ഞാൻ പറഞ്ഞത് വാ നമുക്ക് വെറുതെ പോവാ, കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ പോയിക്കോണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾ ഫസ്റ്റ് 2-3 വീഡിയോ ചെയ്തപ്പോ തന്നെ ഇത് സാധനം ഹിറ്റായി. എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഇവിടെ. ഇന്ന് ഈ ഒരു വ്ളോഗിങ് കൂടാതെ ഇവർക്ക് റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല. റെസ്റ്റോറൻറ്റ്സിനൊക്കെ ഒരു ആശ്വാസമാണ്. യൂഷ്വലി നോമ്പ് കാലത്ത് ഒരു മെയിൻ മീലിന്റെ എന്ന് വെച്ചാൽ ഉച്ച സമയത്തുള്ള കച്ചവടം പോവാണ് അവരെ കയ്യിൽ നിന്ന്. സോ പല റെസ്റ്റോറൻറ്റ്സ് അങ്ങനെ നഷ്ടത്തിലേക്ക് പോവാണ്. പല റെസ്റ്റോറൻറ്റ്സിനും സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റാണ് UAE. അത് പെട്ടെന്ന് ഉണ്ടായതാണ്. ഒരു ഡ്രാസ്റ്റിക്കലി ഒരു 7ാമത്തെ ദിവസം 8ാമത്തെ ദിവസം ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് പോയി കഴിച്ചു. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ വെറുതെ വീഡിയോ ഇട്ടു. അതിൻ്റെ അപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ് ഞാൻ പോയി കഴിച്ചു, ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഞാൻ കറാമയിൽ പോയി കഴിച്ചു. അങ്ങനെ പല പല വ്യത്യസ്തമായ സാധനങ്ങൾ സുഹൂറിന് ആൾക്കാർ ആ സമയത്ത് 5 റെസ്റ്റോറൻറ്റ്സ് എന്തോ കൊടുക്കുന്നു, 5 to 6 റെസ്റ്റോറൻറ്റ്സ് കൊടുക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് വൈറലായും ചെയ്ത് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, ഇനിയും ഓപ്ഷൻസ് ഉണ്ടോ. പുതിയ റെസ്റ്റോറന്റുകളിൽ തന്നെ ഇത്തരം പഴമയുടെ ഓർമ്മകളുള്ള പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്ന് വെച്ചാല് ഷാർജയിൽ ഒരു റെസ്റ്റോറൻറ്റില് നമ്മുടെ നാരങ്ങ ഉപ്പിലിട്ടത്, അത് നമ്മുടെ തലശ്ശേരിയിൽ ഫേമസ് ആണ്. തെരണ്ടി, ഉണക്ക ചെമ്മീൻ, ഉണക്കിയ ചമ്മന്തി, ഉണക്ക ചെമ്മീൻ വെച്ചുണ്ടാക്കുന്ന ചമ്മന്തി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ചോറിൽ ഈ ചമ്മന്തി ഇടും, ഈ നാരങ്ങ എടുത്ത് നല്ലോണം നമ്മൾ കുഴച്ചിട്ട് ഇത് നമ്മൾ വിടും വായിൽ, എന്നിട്ട് ആ തെരണ്ടി കടിക്കും. ഇത് നമ്മളൊരു നോസ്റ്റാൾജിക് സാധനമാണ്. അതേപോലെ തന്നെ കല്ലുമ്മക്കായി മോര് കാച്ചിയത്, ഇതൊന്നും ആരും കാണുന്നത് തലശ്ശേരിയിൽ ഒരു ഫേമസ് സാധനമാണ്. അപ്പം അതൊരു ടീം ലോഞ്ച് ചെയ്തു. അതല്ലാതെ ഏറ്റവും ഫേമസ് ആയ ഈ തവ സ്പെഷ്യൽസ് തന്നെ തലശ്ശേരിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നൊരു ടീം ഇവിടെ കറാമയിലുണ്ട്. അവർ വീണ്ടും നാട്ടിൽ നിന്ന് തിരിച്ച ഷെഫിനെ കൊണ്ടുവന്നിട്ട് അവർ ലൈവായി. മലബാർ രുചികളാണ് കൂടുതൽ ഇവിടെ പരീക്ഷിക്കുന്നത്. മലബാർ രുചികൾ മൊത്തം മലബാർ, അത് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല. അത് ഞാൻ തോന്നുന്നു പ്രേക്ഷകരും തർക്കിക്കാൻ പോകുന്നില്ല, വലിയ ഷെഫുമാരും തർക്കിക്കാൻ പോകുന്നില്ല. മലബാർ രുചികളുടെ കുറച്ചൊരു ആധിപത്യത്തിൽ നിൽക്കുന്ന ഒരു
തലശ്ശേരിയാണോ മുന്നിൽ അതോ കോഴിക്കോടാണോ? അത് ഞാനൊരു തലശ്ശേരിക്കാരനായതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞ ആൾക്കാരോട് നീ തലശ്ശേരിക്കാരനായത് എന്തും പറയും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ തലശ്ശേരിക്കാരുടെ ഒരു കഴിവ് വേറെ തന്നെയാണ്. റിക്വസ്റ്റ് ഇപ്പം നോമ്പിൻ്റെ ഒരു മാസം മുന്നേ തന്നെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കും, സൂറേ മറക്കല്ലേ. പിന്നെ ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്സ് എല്ലാ ദിവസവും ഒരു 5-10 റെസ്റ്റോറൻറ്റ്സ് എനിക്ക് മെസ്സേജ് അയക്കും. പക്ഷെ ഞാൻ എടുക്കുന്നില്ല. ഞാൻ അവരോട് പറയുന്നുമുണ്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ നിർത്തിയിരിക്കുകയാണ്. എന്തായാലും നല്ല ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. നല്ല ഭക്ഷണം മറ്റുള്ളവർക്ക് നൽകാനും അത് പറഞ്ഞു കൊടുക്കാനും ഭാഗ്യമുണ്ടാവട്ടെ. അതിന്റെ ട്രെൻഡ്സെറ്ററായിട്ട് മുന്നിൽ നിന്നു എന്നുള്ളത് കൊണ്ട് സുബിനെ ഒരു കൺഗ്രാറ്റ്സ്. താങ്ക് യു സോ മച്ച്.